ഹായ് എവറി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് DNA പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കാനുള്ളത് ഇവിടെ നിങ്ങളെപ്പോലുള്ളൊരു കുട്ടിയുടെ സംശയം ഉണ്ടല്ലേ, ഹൗ ഡസ് സച്ച് എ ലാർജർ DNA ഫിറ്റ് ഇൻ ടു സ്മോൾ ക്രോമസോംസ് ഓഫ് ടൈനി സെൽസ്. ഇവിടെ ചോദിക്കുന്നത് എന്താണ്, വലിയൊരു DNA എങ്ങനെയാണ് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സെല്ലിനകത്തേക്ക് ഫിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എത്രയാണ് ഈ വലുത് ഉദ്ദേശിച്ചത് നോക്കാം. സൈസ് ഓഫ് ദി DNA. ദ DNA ഇൻ ഈച്ച് ക്രോമസോം ഈസ് അബൌട്ട് 2 inches. അതായത് ഒരു ക്രോമസോമിൽ കാണുന്ന DNAയുടെ സൈസ് എത്രയാണ്? 2 inches, 5 centimeter സൈസേ ആർക്കുള്ളൂ, DNAക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്ത് നമ്മുടെ സെല്ല് 46 ക്രോമസോംസ് ഉണ്ട്. നമ്മുടെ സെല്ലിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ്. അങ്ങനെയുള്ള 46 ക്രോമസോംസും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ഏകദേശം 6 feet ഇൻ ലെങ്ത്, 2 meter, 2 meter നീളം ഉണ്ടായിരിക്കും. അതൊരു സെല്ലിനകത്തെ കാര്യമാണല്ലേ. ദെൻ ദ ഹ്യൂമൻ ബോഡി ഈസ് മേഡപ്പ് ഓഫ് ട്രില്യൺസ് ഓഫ് സെൽസ്. നമുക്കറിയാം ഒരുപാട് സെൽസ് ഉപയോഗിച്ചുള്ള ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ DNA-യിലെയും കൂടി എല്ലാ സെല്ലിനകത്തേലും DNA ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം 67 ബില്യൺ മൈൽസ് ഉണ്ടായിരിക്കും. എത്ര വലിയൊരു ലെങ്ത്താണ്. ആ ലെങ്ത്ത് എങ്ങനെ ആലോചിച്ച് നോക്കി. നമ്മുടെ എർത്തിനെ ഒന്ന് റാപ്പ് ചെയ്യാൻ 2 million times റാപ്പ് ചെയ്യാനുള്ള സൈസ് ഉണ്ട് നമ്മുടെ DNA ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കും മാക്രോ സൈസുള്ള DNA നമ്മളെ ബോഡിക്കകത്ത് കാണുന്ന നമ്മുടെ സെല്ലിനകത്ത്, വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോമിലാണ് DNA അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് DNAയുടെ അറേഞ്ച്മെൻറ്റ് നോക്കാം, നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഈ ഒരു പാഠപുസ്തകത്തിനകത്ത് പുതുതായിട്ട് ആഡ് ചെയ്ത കാര്യങ്ങൾ +1 കണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ നിങ്ങൾക്ക് നേരത്തെ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. നോക്കാം. ഇവിടെ നമുക്ക് ഈ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ക്രോമസോം കാണിക്കുന്നുണ്ട്. ക്രോമസോം, ഈ ക്രോമസോമിന് ഇവിടെ 2 ആംസ് ഉള്ളത്. ഒരു ആം ഇവിടെ ഉണ്ട്, ഒരു ആം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ക്രോമസോംസിൻ്റെ ആംസിനെയൊക്കെ ജോയിൻ ചെയ്യുന്ന സെൻറ്റർ പാർട്ട് ഉണ്ട്. ദാറ്റ് പാർട്ട് ഈസ് നോൺ ആസ് സെൻട്രോമിയർ. ഓക്കെ, സോ ഇൻഡിക്കേറ്റേഴ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെൻട്രോമിയർ ആണ്. എന്താണ് സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ? ക്രോമസോംസിൻ്റെ ഈ ആംസിനെയൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്? സെൻട്രോമിയർ. അപ്പോൾ ഈ ആംസിനെ നമ്മൾ എന്താ വിളിക്കുക? ക്രോമസോംസിൻ്റെ ആംസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രൊമാറ്റിഡ്സ്. എന്താ വിളിക്കുക? ക്രൊമാറ്റിഡ്. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ ബിയോസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് അല്ലേ? ന്യൂക്ലിയസിന് ഡിവിഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു? ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. സോ ഇവിടെ ക്രോമസോംസിൻ്റെ ആംസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രൊമാറ്റിഡ്സ്. സോ ക്രൊമാറ്റിഡും സെൻട്രോമിയറും പഠിച്ചു കഴിഞ്ഞല്ലോ. ക്രോമസോമിൻ്റെ പാർട്ടാണ് എന്ത്? ക്രൊമാറ്റിഡ് ആൻഡ് ദി സെൻട്രോമിയർ. ഇനി ഈ ഒരു ക്രോമസോം ഇപ്പോൾ ഭയങ്കര കണ്ടൻസ്ഡ് ഫോമിലാണ്. ഈ ക്രോമസോംസിനെ ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് നിവർത്തി വയ്ക്കുന്ന സ്ട്രക്ചറാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു പിങ്ക് കളർ എന്തോ സംഭവം ഇങ്ങനെ ഒരു ബീഡ്സ് ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ട് അല്ലേ? പറഞ്ഞു തന്നെ. അപ്പോൾ ഈ ഒരു പിങ്ക് കളർ, അത് എന്തോ ഓട്ടെ പറഞ്ഞുതരാം. ഈ ഒരു പിങ്ക് കളറിൻ്റെ ചുറ്റുമാണ് നമ്മുടെ ഈ DNA ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പിങ്ക് കളറിലുള്ള ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ചുറ്റുമാണ് DNA ഭയങ്കര റാപ്പ് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ ഈ റാപ്പ് ചെയ്ത് പോകുമ്പോഴുള്ള ഗുണം എന്തായിരിക്കും പറഞ്ഞു തന്നെ? DNA-യുടെ സൈസ് എത്ര തന്നെ വലുതായി കഴിഞ്ഞാലും ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ, നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് സ്മോൾ ഇൻഡസ്റ്റൈനിൽ എന്തുണ്ട്? വില്ലസ് ഉണ്ട്. വില്ലസ് അല്ലേ? വില്ലസ് ഇതേപോലെ മടക്കി വെച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര നീളത്തിലാണെങ്കിലും നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ അങ്ങനെ തന്നെ അല്ലേ? ഒരുപാട് 6 meters ലോങ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ ഉണ്ട്. അതും നന്നായിട്ട് മടക്കി നമ്മുടെ ബോഡിക്കകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ DNA ഇതുപോലെ തന്നെ ഒരു സബ്സ്റ്റൻസിൻ്റെ പുറത്ത് കോയിൽ റാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. ആ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹിസ്റ്റോൺ ഒക്ടാമർ. നോക്കാം. ആദ്യം ഹിസ്റ്റോൺ പ്രോട്ടീൻസും അതുപോലെ തന്നെ DNA-യുമാണ് ക്രോമസോമിൻസിൻ്റെ പ്രൈമറി കോമ്പണൻസ് എന്ന് പറയുന്നത്. സോ ക്രോമസോം ഈസ് മേഡപ്പ് ഓഫ് ഈ ക്രോമസോം ഈസ് മേഡപ്പ് ഓഫ് ഹിസ്റ്റോൺ ആൻഡ് ദി DNA-യും ഹിസ്റ്റോൺസുമാണ് ക്രോമസോമിൻ്റെ പ്രൈമറി കോമ്പണൻസ്. ദ DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദി പ്രൈമറി കോമ്പണൻസ് ഓഫ് എ ക്രോമസോം. ഒരു 1 word ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഇങ്ങനെ കാണുന്ന ഇത് ഒരു ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഇത് വേറെ ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഇങ്ങനെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇങ്ങനെ ഒരു 8 എണ്ണം കൂടി ചേരുമ്പോൾ നമുക്ക് വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. നമുക്കറിയാം ഒക്ട മീൻസ് 8. സോ ദാ
ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറാണ് എന്ത് ഹിസ്റ്റോൺ ഒക്ടാമർ. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർത്ത് വെച്ച് നമുക്ക് എന്ത് കിട്ടും? ഹിസ്റ്റോൺ ഒക്ടാമർ കിട്ടും. സോ വാട്ട് ഈസ് ഹിസ്റ്റോൺ ഒക്ടാമർ? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗെദർ ടു ഫോം ദി ഹിസ്റ്റോൺ ഒക്ടാമർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായി? DNA ചുറ്റാനുള്ള DNA ഇങ്ങനെ റാപ്പ് ചെയ്യാനുള്ള എന്ത് കിട്ടിയിട്ടുണ്ട്? ഹിസ്റ്റോൺ ഒക്ടാമറായി. ദെൻ എന്ത് ചെയ്യുക? DNA ഈ സ്ട്രാൻഡ്, നമ്മുടെ സ്ട്രാൻഡ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇത് ഒരു സ്ട്രാൻഡ്, ഇത് വേറൊരു സ്ട്രാൻഡ്, ഡബിൾ സ്ട്രാൻഡ് DNA. അതിനകത്ത് സ്റ്റെപ്സ് ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? നൈട്രജൻ ബേസ് പഠിച്ചാലല്ലേ? ഓക്കെ, സോ DNA ഇങ്ങനെ കാണുന്ന ഈ DNAക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ട്. DNAക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ട്. 2 സ്ട്രാൻഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ദി ഷുഗർ ആൻഡ് ദി ഫോസ്ഫേറ്റ്. പഠിച്ചതല്ലേ? സ്റ്റെപ്സ് എന്തുണ്ടാക്കിയാണ്? സ്റ്റെപ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദി നൈട്രജൻ ബേസ്. ഈ DNA നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ പുറത്ത് റാപ്പ് ചെയ്യും, വൈൻഡ് ചെയ്യും. ദി DNA സ്ട്രാൻഡ്സ് വൈൻഡ് അറൗണ്ട് ദി ഹിസ്റ്റോൺ ഒക്ടാമർ ടു ഫോം ദി സ്ട്രക്ചർ കോൾഡ് ന്യൂക്ലിയോസോം. ആൾ മാറി അല്ലേ? DNA ഒറ്റക്ക് നിൽക്കുമ്പോൾ അങ്ങനെയായിരുന്നു. DNA ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ പുറത്ത് റാപ്പ് ചെയ്താൽ കിട്ടുന്ന ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ന്യൂക്ലിയോസോം. വേറൊരു വാക്കായിട്ടോ, ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയോസോം എന്ന് പറയും. സോ ഹിസ്റ്റോൺ ഒക്ടാമർ, അതിന് ചുറ്റും DNA വരുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? ന്യൂക്ലിയോസോം എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള ധാരാളം ന്യൂക്ലിയോസോംസ് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടല്ലേ നമുക്ക് എന്തുണ്ടായിട്ടുള്ളത്? ക്രോമസോംസ് ഉണ്ടായിട്ടുള്ളത്. നോക്കിയേ, ഇതൊരു ന്യൂക്ലിയോസോം, ഇത് വേറെ ന്യൂക്ലിയോസോം, ഇത് വേറൊന്ന്. ഇങ്ങനെ ധാരാളം ന്യൂക്ലിയോസോംസ് ഇങ്ങനെ കോയിൽ ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ക്രോമസോംസ് കിട്ടും. ഓക്കെ, വായിച്ചു നോക്കാം. ദി ക്രോമസോംസ് ആർ ഫോംഡ് by packing and coiling the numerous nucleosomes. അല്ലേ? ധാരാളം ന്യൂക്ലിയോസോംസ് ഇങ്ങനെ കോയിൽ ചെയ്ത് ചുറ്റി കോയിൽ ചെയ്ത് പാക്ക് ചെയ്ത സ്ട്രക്ചറാണ് എന്ത്? ക്രോമസോംസ്. തിരിച്ചിങ്ങനെയും പറഞ്ഞൂടെ? നമുക്ക് ഈ ഒരു ചെയിൻ, ഇങ്ങനെ കാണുന്ന ഈ ഒരു ചെയിനിനെ നമ്മൾ റീകോയിൽ ചെയ്യാണ്. എന്താ റീകോയിൽ ചെയ്യാൻ പറഞ്ഞാൽ? കോയിൽ ചെയ്ത് നമ്മൾ തിരിച്ചെടുക്കുകയാണ്. റീകോയിൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ധാരാളം ന്യൂക്ലിയോസോംസും കിട്ടും. റീകോയിലിംഗ് the chains of the nucleosomes. Then chromatids are the part of the chromosomes which are connected by means of centromere. പഠിച്ചു അല്ലേ? chromatids എന്താണ്? ക്രോമസോമിൻ്റെ പാർട്ടാണ്, which are connected by means of the centromere. റെഡി? അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ DNA ഒരു പാക്കിംഗ് ആണ്. സോ DNA ഈസ് പാക്ഡ് അറൗണ്ട് ദി ഹിസ്റ്റോൺ ഒക്ടാമർ. DNA എന്ത് ചെയ്തിട്ടുണ്ട്? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടി ചേർന്നിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ ചുറ്റും ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ പാക്കിംഗ് ഉള്ളത്. DNA പ്ലസ് ദി ഹിസ്റ്റോൺ ഒക്ടാമർ ടുഗെദർ കോൾഡ് ദി ന്യൂക്ലിയോസോം. DNAയും ഹിസ്റ്റോൺ ഒക്ടാമറും കൂടി ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ന്യൂക്ലിയോസോം എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ അത് പഠിച്ചാൽ എന്താണ്? ക്രോമസോമിൻ്റെ ഒരു പാർട്ടാണ് എന്ത്? ക്രൊമാറ്റിഡ്. ആൻഡ് ദീസ് 2 ക്രൊമാറ്റിഡ്സ് ആർ ജോയിൻഡ് ബൈ ദി സെൻട്രോമിയർ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ക്രോമസോംസ്. ഇൻഡിക്കേറ്റേഴ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ക്രോമസോം. ക്രോമസോംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ദി DNA ആൻഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. DNA ആൻഡ് ദി ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ആൻസർ ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയ മിസ്സിനെ നോക്കിയതാ. DNA and histone proteins are the primary components of the chromosome. Text book each and every line is very very important. Okay, then histone and nucleosome. വായിച്ചു നോക്കാൻ പറഞ്ഞത് എന്താണ് ഹിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ? ഹിസ്റ്റോൺ ഈസ് എ പ്രോട്ടീൻ അല്ലേ? ഹിസ്റ്റോൺ ഈസ് എ പ്രോട്ടീൻ ആൻഡ് 8 such histone proteins together forms the histone octamer. ഹിസ്റ്റോൺ എന്താണ്? DNA ക്രോമസോമിൽ കാണുന്ന പ്രോട്ടീൻ ആണെന്ത്? ഹിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ. ഇനി പറഞ്ഞത് എന്താണ് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ? Nucleosome is a structure formed by the wrapping of the or winding of the DNA around the histone octamer. Histone octamerന് ചുറ്റുക. ഹിസ്റ്റോൺ ഈ പിങ്ക് കളർ കാണുന്ന ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും DNA ഇങ്ങനെ റാപ്പ് ചെയ്താൽ ആ കിട്ടുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ് എന്ത്? ന്യൂക്ലിയോസോം. അതായത് തേർഡ് ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് ക്രോമസോം. എങ്ങനെയാണ് ക്രോമസോം ഉണ്ടാവുക? ഇങ്ങനെ കാണുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ന്യൂക്ലിയോസോമുകൾ കോയിൽ ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ക്രോമസോം കിട്ടും. സോ ഫോർമേഷൻ ഓഫ് ക്രോമസോമിൻ്റെ ആൻസർ എവിടെയാണ്? ദി ക്രോമസോംസ് ആർ ഫോംഡ് by the packing
and coiling of the numerous nucleosomes. Ready? Chromosomes are formed by the packing and coiling numerous nucleosomes. Last question, what is chromatid and centromere? Chromatids are the part of the chromosomes and centromere is the part where two chromatids join. അതായത് രണ്ട് ക്രൊമാറ്റിഡുകളെ ജോയിൻ ചെയ്യുന്ന പാർട്ടാണ് എന്ത്? സെൻട്രോമിയർ. അപ്പോൾ എന്താ ക്രൊമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ക്രോമസോമിൻ്റെ പാർട്ടാണെന്ത്? ക്രൊമാറ്റിഡ്. ഓക്കെ, സോ നമുക്ക് ഈ ക്ലാസ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പാക്കിംഗ് ഓഫ് ദി DNA, സ്ട്രക്ചർ ഓഫ് ദി ക്രോമസോം ആൻഡ് പാക്കിംഗ് ഓഫ് ദി DNA പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ടോപ്പിക്കും എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ലൈൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതൊക്കെയാവും ഇനി ഭാവിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.